ഒരീസല്ലേ എൻ്റെ അമ്മ ദോശ ചുട്ടുകൊണ്ട് വെക്കുമ്പോൾ അമ്മടുത്ത് ഞാൻ പറഞ്ഞു കേട്ടോ, കുറച്ച് മാവ് എനിക്ക് വേണം, അത് മാറ്റിയൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു ഐറ്റം റെഡിയാക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ദോശമാവ് ബാക്കി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ദോശക്ക് അരച്ച് വെക്കുമ്പോൾ ഇതുപോലൊരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ദോശമാവ് വെച്ചിട്ട് ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ അവരൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് നല്ലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായി കട്ട് ചെയ്ത തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഒന്ന് ഫുള്ളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞതൊക്കെ ആണെങ്കിൽ ഫുൾ എടുക്കുക, വലുതൊക്കെ ആണെങ്കിൽ പകുതി മതി കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കേ. നന്നായിട്ട് വഴണ്ട് വന്നോട്ടെ. അത്യാവശ്യം നല്ല വാടി കിട്ടിയാൽ എപ്പോഴും നല്ല ടേസ്റ്റ് ആണല്ലോ. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു നുള്ളു ഗരം മസാലപ്പൊടി, ഒന്നും കൂടണ്ട. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, അത് ചിലപ്പോൾ ഇച്ചിരി കൂടി വെക്കും. നല്ല എരിവ് വേണ്ടാത്തവരും അത്ര ഇടണ്ട. ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ഒരു ലേശം മല്ലിപ്പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറി കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് സമയത്ത് വഴറ്റൊന്നും വേണ്ട. ജസ്റ്റ് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി തോന്നുമ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഓരോ സൈഡിലായിട്ട് ഒരു 4 ഭാഗമാക്കി ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ 4 എണ്ണം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേര് ഞാൻ അങ്ങ് മറന്നുപോയി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. പക്ഷേ ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ചമ്മന്തിപ്പൊടി കൂടി വേണം. പക്ഷെ അതിൻ്റെ അടുത്തില്ല കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കിക്കോളി. അപ്പോൾ നമ്മൾ ഇങ്ങനെ 4 ഭാഗം വെച്ചിട്ടുള്ള ഓരോ സ്ഥലത്തും ഇങ്ങനെ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് ലൂസുള്ള ദോശമാവ് വെച്ചിട്ട് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ പറ്റൂല. കുറച്ചൊക്കെ തിക്കായിട്ടുള്ള ദോശമാവിന് വേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇതുപോലെ 4 ബാച്ചാക്കി തിരിച്ചിട്ട് നമുക്ക് 4 എണ്ണത്തിൻ്റെ പുറത്തേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ചമ്മന്തിപ്പൊടി ഇടേണ്ടത്. ചമ്മന്തിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് മല്ലിയില തൂവിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും മുകളിലൂടെ ഇതുപോലെ മല്ലിയില ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ദോശയ്ക്ക് വേവിക്കണ സമയം തന്നെ മതി, ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലൊരു മസാല ഇഡ്ഡലിയാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇങ്ങനെ മസാല ഇഡ്ഡലി ഉണ്ടാക്കാൻ ജസ്റ്റ് ഒന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ മസാലയാക്കി ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലൊന്നും അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുക്കായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടൊരു സമയത്ത് ഞാൻ ചെയ്ത പോലെ മറിച്ചിടുമ്പോൾ ചിലപ്പോൾ പൊട്ടിയെന്നൊക്കെ വരും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് മറിച്ചിട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണം. ദോശമാവ് വെച്ചിട്ട് നല്ലൊരു മസാല ഇഡ്ഡലിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.